Hi dears, welcome back to our channel Anu Simply Beauty. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്പിറേഷൻ ലുക്കാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നടിയാണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ സൈഡിൽ പിക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ആരാന്നുള്ളത് നമ്മുടെ രാവണപ്രഭുവിൽ അഭിനയിച്ചിട്ടുള്ള വസുന്ധര ദാസിൻ്റെ ആ ഒരു ജാനകി എന്ന് പറഞ്ഞ ഒരു ലുക്കാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോണത്. അതായത് ഈ ഒരു ജാനകിയുടെ ലുക്കിൽ നമ്മൾ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് വരികയാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത്, എന്തൊക്കെ മേക്കപ്പ് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ലാക്മിയുടെ CC ക്രീം ആണ് കേട്ടോ. ഇതാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫൗണ്ടേഷന് പകരമായിട്ട്. ഓക്കെ, പിന്നെ ഞാൻ അതിന് മുമ്പ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തത് കാണിക്കാത്തത്. മോയ്സ്ചറൈസർ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് ഇനി യൂസ് ചെയ്യാനായിട്ട് പോണത്. പിന്നെ നിങ്ങൾ എപ്പം മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മേക്കപ്പ് ബ്ലെൻഡർ ഒന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിയുക, നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പോക്കിയെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും. ബ്ലെൻഡർ നനച്ചതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ. ഓക്കെ, നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ ഭാഗത്തുകൂടെ നമ്മളൊന്ന് ഫൗണ്ടേഷനും അതുപോലെ കോമ്പാക്ട് പൗഡറും ഒക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫേസ് വേറെ കളറും നെക്ക് വേറെ കളറും ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഒരു ചെറിയൊരു ആ ഒരു കളർ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുകൂടെ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഫേസ് ഭയങ്കര കളറും നെക്കിൻ്റെ ഭാഗത്ത് വേറൊരു കളറുമായി പോകും. അതുകൊണ്ടാണ് നമ്മളെപ്പം മേക്കപ്പ് ചെയ്യുമ്പോഴും നെക്കിൻ്റെ ഭാഗത്തുകൂടെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ നമ്മുടെ ജാനകിയുടെ ലുക്ക്. ഓക്കെ, ശരിയായി. പിന്നെ എനിക്ക് കണ്ണിൻ്റെ ഈ ഭാഗത്തൊന്നും കൺസീലർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യാത്തത്. ഓക്കെ, പിന്നെ നമുക്ക് ഇടുന്ന സമയത്ത് ഐ ഷാഡോ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കുറച്ച് കൺസീലർ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ തന്നെ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഫൗണ്ടേഷൻ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, കണ്ണിൻ്റെ മേലെ ഭാഗത്തായിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, റെഡി ആയിട്ടോ. കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്കിവിടെ ഐ ഷാഡോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നല്ലത്. മേലെ ഭാഗത്ത് നമ്മൾ ഐ ഷാഡോ ഇട്ടതിന് ശേഷം കണ്ണെഴുതുമായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത് ഇതാ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഐ ഷാഡോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് മീഷോന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആ ഒരു വീഡിയോ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരെ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതാണ് കേട്ടോ. ഓക്കെ, കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ, അതിന് മിററൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നിന്നാണ് ഐ ഷാഡോ ഇടുന്നത്. അങ്ങനെ അറിയത്തില്ല, ആ ഒരു പിക്ചറിൽ അങ്ങനെ അറിയുന്നില്ല ഐ ഷാഡോ ഇട്ടതായിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ അങ്ങനെ അറിയുന്നില്ല ഐ ഷാഡോ നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ലുക്ക് ഞാൻ എൻ്റെ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. ഓക്കെ, നമുക്ക്
കണ്ണ് എഴുതിയിട്ടുള്ളൂ, അതും ഓവറായിട്ട് എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് അതുപോലെ തന്നെ എഴുതണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐലൈനറാണ് കേട്ടോ. ഇത് ഡേസ്ലറിൻ്റെ ഐലൈനറാണ്, സാധാ ഐലൈനറാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഐലൈനർ പെന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ചെറിയ രീതിക്ക് അതിൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ചെറിയ രീതിയിലൊരു വാലിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എനിക്ക് കണ്ണാടി നോക്കാതെ എഴുതാൻ പറ്റത്തില്ല, അപ്പോൾ ഞാനിത് കണ്ണാടി നോക്കി എഴുതിയേച്ചും വരാം. നമ്മുടെ കണ്ണ് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? അതുള്ള പോലെ തന്നെയാണ് നമ്മൾ കണ്ണെഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐബ്രോസ് ഫില്ലിംഗ് ആണ് കേട്ടോ. ഞാനിത് ത്രെഡ് ചെയ്തിട്ടില്ല, എനിക്കൊരു ഫംഗ്ഷന് പോകാനുള്ളത് കൊണ്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഹാക്ക് രീതിയിലാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഹിമാലയയുടെ കാജലാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട്, ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ടൊരു ബ്രഷ് കൂടെ വേണം. ഓക്കെ, അപ്പം നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ ഡോട്ടാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് 3 സ്ഥലത്തായിട്ട് കേട്ടോ, ഇവിടെയും ഡോട്ട് ചെയ്യുക, അതേപോലെ ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് കളഞ്ഞാൽ മതി. ബ്രഷാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഫില്ലായിട്ടോ. അടുത്തതായിട്ട് ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ മാഴ്സിൻ്റെ ബ്ലഷാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അടിപൊളിയാണ് ഈ ഒരു ബ്ലഷ്. മാഴ്സിൻ്റെ ഈ ഒരു ബ്ലഷ് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഞാനിതാ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ചെടുത്താൽ മതി. നല്ലൊരു ബ്ലഷാണ് കേട്ടോ ഇത്. നല്ലൊരു പിങ്കിഷ് കളറ് തോന്നിക്കുന്ന ടൈപ്പ് ഒരു ബ്ലഷാണെന്ന് പറയാം. പിന്നെ ഞാൻ ഓൺ ദ സ്പോട്ടായിരുന്നു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തോ പ്രശ്നം കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡബ് ചെയ്തതാണിത്. ഓക്കെ, അടുത്തത് വന്നിട്ട് നമ്മൾ ലിപ്പ് ചെയ്യാണ് കേട്ടോ. ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട്. എന്നതിന് ശേഷമാണ് ഞാനിവിടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അടിപൊളി ഷെയ്ഡാണ്, ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ക്രീം മാറ്റ് ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന, പുറത്തേക്കൊക്കെ പോകുമ്പോഴും എപ്പോഴും ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണും, ഡാർക്ക് സ്കിൻ ടോണിന് വരെ ചേരുന്ന ലിപ്സ്റ്റിക്കാണ്. പിന്നെ എനിക്ക് ഇതിനിടയിൽ മറന്നു പോയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, മസ്കാര ഇടാനായിട്ടുള്ളത്. അപ്പോൾ മസ്കാര പിന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് മാഴ്സിൻ്റെ മസ്കാരയാണ് കേട്ടോ. സൂപ്പർ മസ്കാരയാണ്. ഇതെപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാരയാണ് കേട്ടോ. എപ്പോഴും യൂസ് ചെയ്യാറുള്ള, എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ഒരു മസ്കാര എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ണ് ജസ്റ്റ് ഒന്ന് എഴുതിയില്ലെങ്കിലും ഈ ഒരു മസ്കാര വെച്ചിട്ട് നമ്മൾ ആ ഒരു പീലിക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കണ്ണെഴുതിയ പോലെ തന്നെ ഉണ്ടാവും. നമ്മുടെ കണ്ണൊന്ന് ഒരു പിടർന്ന കണ്ണുകളൊക്കെ പോലെ തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസ്കാരയാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു മസ്കാര. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കവിളിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫേസസ് കാനഡയുടെ സിൽവർ സ്റ്റോ ക്രീമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമുക്കിത് മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചീക്കിലൊക്കെ ആയിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ രീതിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂക്കിൻ്റെ ആ മേലെ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെറ്റിയുടെ അവിടെയും താടിയുടെ ആ ഒരു ഭാഗത്തും ചെറിയ രീതിക്ക് ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇച്ചിരി തൊട്ടാൽ മതി കേട്ടോ, അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു മൂക്കിൻ്റെ ഭാഗത്ത് ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റോ ക്രീമിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോ ക്രീമാണിത്. ഞാനിത് ഫംഗ്ഷൻ കാര്യങ്ങളിലൊക്കെ വരുമ്പം, അതായത് ഫംഗ്ഷൻ പാർട്ടിയൊക്കെ വരുമ്പോഴാണ് ഞാനിത് അധികം യൂസ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഞാനിതാ ഹൈലൈറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഹൈലൈറ്ററാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പേർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാവരുടെ അടുത്തും ഇതുപോലൊരു ഹൈലൈറ്റർ ഉള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. ഇത്രയും മേക്കപ്പ് സാധനങ്ങളെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടാനുണ്ട്, ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, കമ്മലിട്ട് കൊടുക്കാനുണ്ട്. അതിനിടയിൽ ഞാൻ കമ്മൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുഞ്ഞു സ്റ്റഡാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ 2 ഡ്രസ്സും, അതായത് ഈ ഒരു ക്രോപ്പ് ഷർട്ടും അതുപോലെ ഇന്നർ വെയറും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് വിഷ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, വിഷ് ലിങ്ക് പോയി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഈ 2 തൊപ്പിയിൽ ഏത് തൊപ്പിയാണ് എനിക്ക് ചേരാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ രണ്ടും ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു ഫസ്റ്റത്തെ തൊപ്പി ആണ് ഞാൻ ഒന്നിട്ട് നോക്കുന്നത് ആദ്യം. എങ്ങനെയുണ്ടെന്നുള്ളത് മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു 2 തൊപ്പിയിൽ ഏതാണ് ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട്, എനിക്ക് മാച്ചായിട്ടിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ മുൻഭാഗത്തായിട്ടാണ് വെളിച്ചമുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടണത് കേട്ടോ. മാത്രമല്ല ഞാൻ ഈവനിങ് ഒരു 7-7:30 PM ഈ ഒരു ലുക്ക് ചെയ്യുന്നത്, ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ലുക്ക് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഈ ഒരു ഇൻസ്പയർഡ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരം ഇൻസ്പയർഡ് ലുക്കുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.